അപകീർത്തി പരാമർശ കേസിൽ രാജ്യസഭാ എംപിയും ശിവസേന UPT നേതാവുമായ സഞ്ജയ് റാവുത്തിന് 15 ദിവസം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മുംബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. 25,000 രൂപ പിഴയും റാവുത്തിന് മേൽ ചുമത്തിയിട്ടുണ്ട്. BJP നേതാവ് കിരത് സോമയ്യയുടെ ഭാര്യ ഡോക്ടർ മേധ കിരത് സോമയ്യയാണ് റാവുത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. 100 കോടി രൂപയുടെ അഴിമതിയിൽ പങ്കുണ്ടെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഭർത്താവിനും തനിക്കുമെതിരെ റാവുത്ത് ഉന്നയിച്ചുവെന്നായിരുന്നു മേധയുടെ പരാതി. സഞ്ജയ് റാവുത്തിനെതിരെ മേധ ഫയൽ ചെയ്തിരിക്കുന്നത് ഡിഫമേഷൻ കേസാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മാനനഷ്ട കേസ്? എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്? നഷ്ടപരിഹാരം എങ്ങനെ ഈടാക്കാം? പരിശോധിക്കാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ ഉറപ്പു തരുന്നുമുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ക്ലോസ് എ അനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ നടത്താനും നിയമനിർമ്മാണം നടത്താനും നിയമസാധുതകളുണ്ട്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഡിഫമേഷൻ പോലുള്ള കുറ്റകൃത്യം നടത്തുന്നതിനുള്ള അവകാശമല്ലെന്നും നിയമം വ്യക്തമാക്കും. ഇന്ത്യയിൽ ഡിഫമേഷൻ ഒരു സിവിൽ ക്രിമിനൽ കുറ്റമാണ്. BNSൽ 356 സെഷനിലാണ് ഡിഫമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ പീനൽ കോഡിലെ ഡിഫമേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് BNS നിലവിൽ വന്നത്. ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ നേരിട്ടോ പ്രസ്താവനകളിലൂടെയോ പ്രസിദ്ധീകരണങ്ങൾ വഴിയോ നടത്തുന്നതിനെയാണ് ഡിഫമേഷൻ അഥവാ അപകീർത്തി എന്ന് വ്യക്തമാക്കുന്നത്. BNS പ്രകാരം അപകീർത്തിപ്പെടുത്തുന്നതിൽ 1 വർഷമാണ് ശിക്ഷ. വ്യാപ്തി അനുസരിച്ച് 2 വർഷമോ പിഴയോ സാമൂഹ്യ സേവനമോ ആയി ശിക്ഷ വിധിക്കാം. 2 വർഷവും പിഴയും ഒരുമിച്ച് ശിക്ഷയായി വിധിക്കുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രസിദ്ധീകരണങ്ങളിലൂടെയുള്ള അപകീർത്തിയാണെങ്കിൽ 1 വർഷം തടവ്, അത് 2 വർഷമോ പിഴയോ ആയോ അല്ലെങ്കിൽ പിഴയും 2 വർഷം തടവും ഒരുമിച്ചോ ശിക്ഷയായി വിധിക്കാം. അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ അച്ചടിച്ച് അപകീർത്തിപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടെ പങ്കുവെക്കുന്നതും വിൽക്കുന്നതും BNS പ്രകാരം കുറ്റകരമാണ്. 1 വർഷം തടവ്, 2 വർഷം തടവോ പിഴ മാത്രമായോ രണ്ടും ഒരുമിച്ചോ ആയും ശിക്ഷ വിധിക്കാം. അപകീർത്തി കേസ് സ്ഥാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. 1. ഒരു വ്യക്തിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് വാക്കാലോ പ്രസിദ്ധപ്പെടുത്തുന്നതോ ആയ അപകീർത്തിപ്പെടുത്തലായിരിക്കണം. 2. ആരോപണം ഉന്നയിക്കപ്പെടണം. 3. ഏത് രീതിയിലാണെന്നതിന് തെളിവ് സമർപ്പിക്കണം. 4. ആക്ഷേപം ഒരാളെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് സ്ഥാപിക്കാനും സാധിക്കണം. മാനനഷ്ടം ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിലും അതിന്മേൽ പോലീസിലല്ല കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പരാതികൾ മജിസ്ട്രേറ്റ് കോടതികളിലാണ് സമർപ്പിക്കേണ്ടത്. അപകീർത്തിക്കിരയാക്കപ്പെട്ട വ്യക്തിയാണ് ഇത് സമർപ്പിക്കേണ്ടതും. ആ വ്യക്തി പ്രായപൂർത്തിയാകാത്തവരോ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരോ ആണെങ്കിൽ അടുത്ത ബന്ധമുള്ള ആർക്കും കേസ് ഫയൽ ചെയ്യാം. പരാതിപ്പെടുന്നത് രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരോ ആണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സെഷൻസ് കോടതിയിലാണ് പരാതി സമർപ്പിക്കേണ്ടത്. അതിന് അതാത് സർക്കാരുകളുടെ അനുമതിയും ആവശ്യമാണ്. സിവിൽ കേസുകളിലാണെങ്കിൽ നഷ്ടപരിഹാര തുക ഈടാക്കി കേസ് അവസാനിപ്പിക്കാമെങ്കിലും പരാതി സമർപ്പിക്കുന്നത് ക്രിമിനൽ നിയമപ്രകാരമാണെങ്കിൽ വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നതാണ് രീതി. സംഭവം നടന്ന് 6 മാസത്തിനുള്ളിൽ പരാതി സമർപ്പിക്കണം. കുറ്റകൃത്യവും കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ആവശ്യമായ രേഖകളും പരാതിക്കൊപ്പം സമർപ്പിക്കണം. അവസാനമായി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വ്യക്തിഹത്യ അത് വാക്കാലോ പ്രവൃത്തിയാലോ പ്രസിദ്ധപ്പെടുത്തുന്നതോ ആയാലും ഒരു വ്യക്തിയുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അത് കുറ്റകരമാണ്. മുകളിൽ പരാമർശിച്ച കേസ് പോലെ രാജ്യസഭാ MPയോ മറ്റോ ഒന്നും ആകേണ്ടതില്ല. ഏത് ഇന്ത്യൻ പൗരനും തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർന്നാൽ നിയമപരമായി നേരിടുന്നതിനുള്ള അവകാശമുണ്ട്. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.